ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ. ഈ മാസം അവസാനമൊക്കെ ആയല്ലോ. ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച് ഈ ഒരു ടൈമിൽ പോയി ഫോൺ വാങ്ങിക്കാൻ നിൽക്കണ്ട. കാരണം അടുത്ത മാസം സാംസങ്ങിൻ്റെ S25 FE ഫാൻ എഡിഷൻ ഇറങ്ങുന്നുണ്ട്. A സീരീസിൽ ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട്. അതുപോലെ പിക്സൽ 10 സീരീസ് ഇറങ്ങുന്നുണ്ട്. റെഡ്മി 15 നമ്പർ സീരീസിൽ ഒരു ഫോൺ ഇറങ്ങുന്നുണ്ട്. സോ അങ്ങനെ നല്ല നല്ല ഫോണുകൾ വരുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. കാരണം കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ നിരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര സംഭവങ്ങൾ വരുന്നു. അടുത്ത മാസം ഈ പറഞ്ഞ 2-3 പിന്നെ വിവോയുടെ V60 സീരീസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കാമല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച് പോയിട്ട് ഇപ്പോൾ എടുത്തിട്ട് അടുത്ത മാസം നോക്കുമ്പോൾ 2-3 നല്ല ഐറ്റം നമുക്ക് പറ്റിയായിട്ട് ഇറങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷമാവും. അതിനിടെ വരണ്ട. അതിനാണ് ഇത്തരം വീഡിയോസ്. ഒന്ന് അറിഞ്ഞിരിക്കാം ഏതൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ 2025 ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഫോണുകൾ എന്നുള്ളത്. സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2 ഫോണുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഞ്ച് ആയിട്ടുണ്ട്. IQ C10 R, അതേപോലെ Realme 15 Pro 15 ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും C10 R ആയാലും ഇതായാലും ഒക്കെ ഒരു നല്ല ഓൾറൗണ്ടർ ഫോണുകളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി, നല്ല ചാർജിങ്, എല്ലാ സംഭവങ്ങളും നന്നായിട്ടുള്ള ഓൾറൗണ്ടർ ഫോണുകളാണ്. സോ 20,000 താഴെ നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നെങ്കിൽ C10 R നോക്കാം. 25-26 കൊടുത്ത് നിങ്ങൾക്ക് Realme ഫോണുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതും അത്യാവശ്യം കംപ്ലൈൻറ്റുകളൊന്നും കാണാത്ത നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ രണ്ടിൻ്റെയും നമ്മുടെ ചാനലുണ്ട്, ലിങ്കോട് കൊടുക്കാൻ കണ്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്ത മാസം വരാൻ പോകുന്ന ഫോൺ ആദ്യം തന്നെ റെഡ്മി ഫാൻസിന് വേണ്ടി Redmi 15 എന്ന ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓഗസ്റ്റ് 15 ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി സെറ്റപ്പാണ്, 50 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. അങ്ങനെയൊക്കെ ഒരു സാധാരണ ഫോണാണ്. 15,000 താഴെ വരുമെന്നാണ് അറിയുന്നത്. റെഡ്മിയുടെ ഒരു പുതിയ ഫോൺ വേണമെന്നുള്ളവർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. കാരണം ഇതിൽ പറയത്ത അങ്ങനെ ഹൈപ്പുള്ള പ്രത്യേക സംഭവങ്ങളൊന്നുമില്ല. സോ അപ്പോൾ റെഡ്മി ഫാൻസിന് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഇന്ന് നിങ്ങൾ സാംസങ് ഫാനാണ്, നിങ്ങൾ സാംസങ്ങിൻ്റെ A സീരീസ് ഫോണൊക്കെയാണ് ഇഷ്ടമെങ്കിൽ A17 ഇറങ്ങുന്നുണ്ട്, തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഈ ഫോണിൽ Exynos 1330 എന്ന പ്രോസറാണ്. ഒരു ഡീസൻറ്റ് എന്ന് പറയാം. 50 MP ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ്. ആൻഡ്രോയിഡ് 15 തന്നെയാണ് വരുന്നത്. One UI 8 ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയില്ല, ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ One UI 7 തന്നെ ആവാനും മതി. ഇതിൽ എനിക്ക് എടുത്ത വഴിക്ക് തന്നെ ഇഷ്ടപ്പെടാതിരുന്നൊരു കാരണം ഇത് നോച്ച് ഡിസൈനിൽ തന്നെയാണ്. സാംസങ് ഇപ്പോൾ പല ഫോണുകളും നോച്ച് ഡിസൈനിൽ ഇറക്കുന്നത്. മാറ്റേണ്ട സമയമായിരുന്നു. എല്ലാവരും 20,000 റേഞ്ചിലൊക്കെ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് വെച്ചുകൊണ്ട് ഇത്തിരി മോഡേൺ ലുക്കിൽ ഫോണുകൾ ധാരാളം വരികയാണ്. അതിൻ്റെ ഇടയിലാണ് വീണ്ടും നോച്ച് വെച്ചുകൊണ്ട് അടുത്ത ഫോൺ. ഓൾറെഡി F36 M36 ഒക്കെ ഇറങ്ങിയത് ഈ നോച്ച് വെച്ചുകൊണ്ടാണ്. അത് എനിക്ക് അപ്പോൾ തന്നെ അത്ര വലിയ താല്പര്യമായിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക എന്നാണ് ആ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് വലിയ ഇഷ്ടമാകത്തോണ്ട് അങ്ങനെ പറഞ്ഞത്. സോ ഇതും അങ്ങനെ തന്നെയാണ് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ക്യാമറ അടിപൊളിയായിരിക്കുന്നതുകൊണ്ട് പലരും എടുക്കും കേട്ടോ. സോ അത് നിങ്ങൾ വീഡിയോ കണ്ടുകൊള്ളൂ. F36 M36 ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. എന്തായാലും A17 വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നോളൂ. ഇനി അടുത്തത് വിവോയുടെ V60 ഈ സംഭവം ഇറങ്ങാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ പറയാൻ പോകുന്ന എല്ലാ ഫോണുകളും വെച്ചിരിക്കുന്നത്. ഇതിലും 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ Snapdragon 7 Gen 4 ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ 3x പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കും. 3x ആണ് ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ചൈനയിൽ ഇറങ്ങിയ ഫോൺ റീബ്രാൻഡിംഗ് ആണ്. എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ V60 ആയിരിക്കും. 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് പകുതിയോടുകൂടി ആയിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 40 രൂപ താഴെയായിരിക്കും വില. സോ വിവോയുടെ ഫാൻസ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇനി സാംസങ്ങിൻ്റെ S25 FE ഇത് നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ പഴയ ഇപ്പോൾ അടുത്ത കാലത്ത് പല ഫോണുകൾ ഇറങ്ങിയ അതേ ഡിസൈൻ തന്നെയാണ് റിയർ സൈഡിൽ നിന്ന്. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ S25 FE കുറച്ച് നല്ലതാണ്. വളരെ തിന്നായി ബസസ് കൊടുത്ത് ഒരു മോഡേൺ ലുക്കിലാണ് S25 FE വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ Exynos പ്രോസർ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. Exynos 2500 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസർ തന്നെയാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഇതിൽ 4900 mAh ബാറ്ററി അല്ല, ഒരു 6000, 6500, 7000 എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് Realme ഒക്കെ ഇറങ്ങിയതിപ്പോൾ 7000 mAh ബാറ്ററിയും വെച്ചിട്ടാണ് ഇതൊക്കെ Realme 15 Pro എന്ന് പറഞ്ഞത്. വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇതൊക്കെ ഗംഭീര സെറ്റപ്പാണ്. ഇവരിപ്പോഴും 4900 mAh വെച്ചുകൊണ്ടാണ് ഈ S25 FE ഇറക്കാൻ പോകുന്നത്. ബാറ്ററി കൂട്ടി ഒരു 6000 mAh ഒക്കെ വെക്കുകയാണെങ്കിൽ നന്നായി. ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ആയല്ലോ. സാംസങ് പൊതുവേ ടെക്കിൻ്റെ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആണ്. അവർ ഫോൾഡൊക്കെ അത്ര എത്തിക്കഴിഞ്ഞു, 7th ജനറേഷൻ എത്തി. ഇതിൽ മാത്രം ഒരു മാറ്റമില്ല. പിന്നെ പതിവുപോലെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേയും Android 16 One UI 8 ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. സംഭവം സെറ്റപ്പാണ്. സോ S25 FE ഫാൻ എഡിഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം പകുതിയോട് കൂടി, പകുതിയല്ല അവസാനത്തോടുകൂടി ആയിരിക്കും വരിക. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫോണാണ് Oppo K13 Turbo. ഈ ഒരു ഫോൺ വരുമെന്ന് കുറച്ച് നാളായിട്ട് കേൾക്കുന്നു. അത് അടുത്ത മാസമാണ്, ഓഗസ്റ്റിലാണ്. ഓപ്പോയുടെ ഈ ഒരു സീരീസ് K സീരീസ് ഫോണുകൾ വന്നിട്ട് നല്ല പവർഫുള്ളായ വാല്യൂ ഫോർ മണി ആയ നല്ല കിഡിലും പെർഫോമൻസ് ഉള്ള ഫോണുകളാണ് വരാറുള്ളത്. ഓപ്പോയുടെ ഫോണുകൾ എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂ ഫോർ മണി അല്ല എന്ന് ചിന്തിക്കുന്നവരുടെ ചിന്തയെ മാറ്റി എഴുതിയ സീരീസാണിത്. സോ അടിപൊളി ഐറ്റമാണ്. പക്ഷേ ഈ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപ റേഞ്ചിലേക്ക് പോകുമെന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. അത് വന്നിട്ട് എനിക്ക് അത്ര സൂചിച്ചില്ല. ഒരു 30 റേഞ്ചിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇതിനകത്ത് Snapdragon 8s Gen 4 ആണ് പ്രോസർ. 30,000 റേഞ്ചിൽ കാണേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നത്തിങ് ചെയ്ത പോലെ 80,000 രൂപ കൊണ്ട് ഇറക്കിയാൽ ആരും തിരിഞ്ഞു നോക്കില്ല. അതേപോലെയാണ് ഇതിൻ്റെ അവസ്ഥയും. ഇതിപ്പോൾ 40,000 രൂപ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊരു സുഖമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ വരില്ല എന്ന് വിചാരിക്കാം. ഈ ഒരു സീരീസ് നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് ഇവർ കൊണ്ടുവരാറ്. സോ ഒരു 30-35 ഇടയ്ക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പൊന്നുമില്ല. 40 റേഞ്ചിൽ നിന്നാണ് കേൾക്കുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, 7000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, Android 15 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ലതാണ്. ബാറ്ററിയൊക്കെ സെറ്റപ്പാണ്. സോ
കുറച്ച് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഫോൺ 30-40 ഇടയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ഐറ്റമാണ് ലാവ അഗ്നി 4. ലാവയുടെ അഗ്നി മുമ്പ് ബാക്കിലൊരു ഡിസ്പ്ലേക്ക് വെച്ചുകൊണ്ട് നൈസായിട്ട് വന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് വരുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. അത്ര വലിയ ഗുമ്മൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇവർ നല്ല സ്പെക്കിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. വാല്യൂ ഫോർ മണി എന്ന് തോന്നിപ്പിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ലാവ അങ്ങനെയാണ്. ഡയമൻസിറ്റി 8350 എന്ന പ്രോസറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് ഈ ഫോണിൽ. പിന്നെ 100 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, 50 മെഗാപിക്സലിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ 7000 mAhന്റെ ബാറ്ററി. നല്ല ടോപ്പ് ബാറ്ററി ഒക്കെ ആയിട്ടാണ്. 7000 mAh ടോപ്പാണ് ഇപ്പോൾ കിട്ടാവുന്ന. 7300 mAhക്കാണ് ടോപ്പ്. സോ ടോപ്പ് ബാറ്ററിയും കാര്യങ്ങളും. അപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട്. ഡിസ്പ്ലേ നല്ലതാണ്, ബാറ്ററി നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ കാണുമ്പോൾ ഡിസൈൻ മാത്രമാണ് എനിക്ക് അത്രയും കൂടെ അപ്പീലിംഗ് ഒരു ഹാപ്പി ആയിട്ട് തോന്നാഞ്ഞത്. വരട്ടെ, ലാവയല്ലേ, നല്ല വാല്യൂ ഫോർ മണി ആവും. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പിക്സൽ 10 സീരീസ് വരാൻ പോവാണ്. പിക്സൽ 10 സീരീസിൽ എല്ലാം ഉണ്ട്. 10 പ്രോ, പിന്നെ ഫോൾഡ്, എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ പിക്സൽ ഫോണുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സംഭവത്തിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിക്സലിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. പിക്സൽ പൊതുവെ ക്യാമറയ്ക്ക് പേര് കേട്ട ഫോണുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ജനറേഷനിലെ ക്യാമറയൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് പോർട്രേറ്റ് മോഡൊന്നും സുഖമുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഓവറോൾ പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. നല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ്, നല്ല പ്രീമിയം ഫീലുള്ള ഡിവൈസ് ആയിരുന്നു കഴിഞ്ഞ തവണ ഇറങ്ങിയത്. ഇത്തവണയും അതേ ഡിസൈൻ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. എന്നാലും ആ പ്രീമിയം ഫീൽ അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ പിക്സൽ 10 സീരീസ് വെയിറ്റ് ചെയ്യാം, വേറെ ഒന്നും പറയാനില്ല. ടെൻസർ G5 ആണ് കേട്ടോ പ്രോസർ. ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. സാംസങ് അല്ല ഉണ്ടാക്കുന്നത്, TSMC ആണ്. സോ അതുകൊണ്ട് കുറച്ചും കൂടിയും ഹീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറേ കൂടി സ്റ്റേബിളായ നല്ല പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതേപോലെ ബാറ്ററിയുടെ കാര്യത്തിലാണ് ഒരു പോരായ്മ കണ്ടത്. 4000 ചില mAh ബാറ്ററി ഇതിൽ പറയുന്നുള്ളൂ. സോ അതും ഒരു സുഖമായില്ല. ബാറ്ററിയൊക്കെ ഒരുപാട് ടെക്നോളജി ഇമ്പ്രൂവ്ഡായി. ഗൂഗിളൊക്കെ അറിയേണ്ടതാണല്ലോ, ഒന്ന് കൂട്ടി വെക്കാം. അവരൊന്നും വെച്ചിട്ടില്ല. 4970 mAh ബാറ്ററിയാണ് ഇതിൽ പറയുന്നത്. സോ പിക്സൽ ഫോണുകൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തോളൂ. അത്രേ പറയാനുള്ളൂ അതിനകത്ത്. ഓഗസ്റ്റ് 20 മിക്കവാറും ഇതിൻ്റെ ലോഞ്ച്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഫോണുകൾ. പിക്സൽ, സാംസങ്ങിൻ്റെ S25 FE, അതേപോലെ റെഡ്മി 15, ഇങ്ങനെയുള്ള കുറച്ച് വിവോ V60, ഇങ്ങനെയുള്ള 3-4 നല്ല ഫോണുകൾ കിടക്കുന്നുണ്ട്. എന്നാലും ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ മാസം ഇറങ്ങിയ നല്ല ഫോണുകളിൽ നിന്ന് എടുക്കാം. ഈ മാസം തന്നെയാണ് നല്ല ഫോണുകൾ ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത മാസം വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാ മാസവും വീഡിയോ ചെയ്യുമ്പോൾ ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ടൈറ്റിൽ കണ്ട് ബോറടിച്ചെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. നമ്മൾ ടൈറ്റിൽ അടുത്ത തവണ മാറ്റാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു തത്വം. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. ഇത് തന്നെയാണ്. അടുത്ത മാസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ ഫോണുകളിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.